ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് SSC CGL 2024 ചോദിച്ച ചില മെൻസുറേഷൻ 3Dയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഓഫ് എ റൂം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ റൂം എന്ന് പറയുമ്പോൾ എന്താ, റൂം നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കണം. നമ്മൾ ആ റൂം ഒന്ന് ജസ്റ്റ് വരയ്ക്കണം. അത് ലെങ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 15 ആണ് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 9. ഹൈറ്റ് എത്രയാ, ഹൈറ്റ് തന്നിട്ടുള്ളത് 5 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ഫോർ ഈച്ച് ക്യാൻ, ഒരു പെയിന്റിന്റെ ക്യാൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ക്യാനിന് 40 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ എന്ത് ചെയ്യാം, പെയിന്റ് ചെയ്യാൻ പറ്റും. ഹൗ മെനി ക്യാൻസ് ഓഫ് പെയിന്റ് വിൽ ബി നീഡഡ് ടു പെയിന്റ് ഓൺലി ദ വാൾസ് ഓഫ് ദ റൂം. അപ്പോൾ ഓൺലി ദ വാൾസ് എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മളെ ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ്. അപ്പൊ നമ്മുടെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ഇൻക്ലൂഡഡ് അല്ല. ബാക്കിയുള്ള ഏരിയ പെയിന്റ് ചെയ്യാൻ എത്ര ക്യാൻ പെയിന്റ് വേണം? ഒരു ക്യാൻ പെയിന്റ് കൊണ്ട് 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ചെയ്യാൻ പറ്റുക. നമുക്ക് വാളിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. 2 × L + B × H പറഞ്ഞാൽ L × H നമുക്ക് ഈ ഒരു ഹൈറ്റ് വരും. L × H എന്താ, ഇവിടെ ഈ ഒരു പോർഷനും പിന്നിലത്തെ ഒരു പോർഷനും വരും. പിന്നെ എന്താ, B × H ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും. അപ്പോൾ ഈ സൈഡും ഇതിന്റെ കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് ഈ സൈഡും. ഈ ടോപ്പ് പോർഷനും ബോട്ടം പോർഷന്റെയും ഏരിയ നമുക്ക് ഇല്ല. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ 2 ബ്രാക്കറ്റിൽ L 15, B 9, 9 5 24 × H എത്ര, 5 തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഏരിയ. ഈ ഒരു ഏരിയ പെയിന്റ് ചെയ്യാൻ എത്ര ക്യാൻ വേണം? ഒരു ക്യാനിൽ 40 ആണ് പറ്റുക. അപ്പൊ അങ്ങനത്തെ എത്ര ക്യാൻ വേണം ഈ ഒരു ഏരിയ മൊത്തത്തിൽ കവർ ചെയ്യാൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കട്ട് ചെയ്യണോ, 4ൽ കട്ട് ചെയ്യണോ. ഇവിടെ എന്താ 10 ആയി, ഇവിടെ 6 ആണ്. ഇവിടെ 10ഉം ഈ ഒരു 10ഉം കട്ട് ചെയ്തു. അപ്പൊ എന്താ 6 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എത്ര ക്യാൻ വേണം? 6 ക്യാൻസ് വേണം. 40 സെന്റിമീറ്റർ സ്ക്വയർ ചെയ്യാൻ പറ്റണ പോലത്തെ 6 ക്യാൻസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ 2 × 24 × 5 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് പെയിന്റ് ചെയ്യാൻ, ഈ 40 സെന്റിമീറ്റർ സ്ക്വയർ ചെയ്യാൻ പറ്റണ 6 ക്യാൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഈ ടോപ്പ് പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യണ്ട, കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോണാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ നേരെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ B ഓപ്ഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് ഡയഗണൽ ഓഫ് ക്യൂബോയിഡൽ ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഡയമെൻഷൻ, ക്യൂബോയിഡൽ ബോക്സിന്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തറിയാം, ഒരു ക്യൂബോയിഡൽ ബോക്സിന്റെ ഇക്വേഷൻ നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് അറിയണം. ഇക്വേഷൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡെറൈവ് ചെയ്യേണ്ടി വരും. ലോങ്സ്റ്റ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ലോങ്സ്റ്റ് ഡയഗണൽ. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇത് L-ഉം ഇത് B ആണെങ്കിൽ ഇത് √L² + B² ഇത് √L² + B² ആവും. ഇതെന്താ H² ആവും. വീണ്ടും പൈതഗോറസ് തിയറം ഉപയോഗിക്കണു. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, L² + B² + H² ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഈ നമുക്ക് വേണമെങ്കിൽ ഡെറൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ഡയറക്റ്റായി പഠിച്ചു വെക്കണം. ഈ √L², ഈ ഒരു ടേം L² + B²ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി, L² + B² ആയി. ഇനി ഇതിന്റെ ഈ Hനെ നമുക്ക് എന്താ, വീണ്ടും ഇവിടെ എന്താ, ഈ പൈതഗോറസ് തിയറം ഉപയോഗിക്കുമ്പോൾ ഇവിടെ എന്താ H² ആയി. ഇതിന്റെ റൂട്ടാണ് എന്ത്, ലോങ്സ്റ്റ് ഡയഗണൽ വരാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. എക്സാമുകളിൽ ഡിറൈവ് ചെയ്താൽ നമ്മുടെ ടൈം പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലെങ്ത് ഡയമെൻഷൻ എത്ര തന്നിട്ടുണ്ട്, 1.2 ആണ്. അപ്പോൾ 1.2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ 144/100 എന്ന് എഴുതാലോ. 12 സ്ക്വയർ 1.44 വരും. അപ്പൊ നമുക്ക് അതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം,
144/100 നമ്മളെല്ലാതും അതേ ഒരു ടൈമിലേക്ക് എഴുതണം. 169/100 പ്ലസ് 225/100. ഇതെല്ലാം എന്താ റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തെടുക്കാം? 1/10 പുറത്തെടുക്കാം. ഇനി ബാക്കിയുള്ളത് നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ എത്രയാ? 599 18, അതിൻ്റെ 8 ഇവിടെ ഇട്ടു. ബാക്കി 1 ഉണ്ട്. 4 1 5, 5 6 11, 11 2 13, ബാക്കി 3 ഇട്ടു. 1 1 2 2 4 1 5. അപ്പോൾ ഇവിടെ എന്താ റൂട്ട് 538 വരുന്നത്. റൂട്ട് 538. അപ്പോൾ റൂട്ട് 538 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തുള്ള റൂട്ട്സ് ഏതാണെന്ന് നോക്കാം. 538 തൊട്ട് മുന്നിൽ വരുന്നത് എന്താ? 529 23, 529 23ൻ്റെയും 576 24ൻ്റെയും. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ അടുത്ത് കിടക്കണത് 538ൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്നത് 23. അപ്പോൾ 23 സംതിങ് ആണ്. അപ്പോൾ 23 സംതിങ് ആണ്. അപ്പോൾ 23 സംതിങ് ആണ്. അപ്പോൾ ബൈ 10 ഉള്ളത് ബൈ 10 ഉണ്ട്. അപ്പോൾ 2.3 സംതിങ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഏത് ഓപ്ഷൻ എത്തി? ഈ ഓപ്ഷൻ, ബി ഓപ്ഷൻ അല്ലെങ്കിൽ സി ഓപ്ഷൻ എന്ന് എത്തി. അപ്പോൾ നമുക്ക് 538 എന്ന് പറയുമ്പോൾ 529ൻ്റെ തൊട്ടടുത്ത. അപ്പോൾ അങ്ങനെ 538ൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ എന്താ? 23 കഴിഞ്ഞിട്ട് കുറച്ച്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഇവിടെ 2.35 ആയി. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കിടക്കണത് എന്താ? 2.32 ആണ്. അപ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്നത് 529 23 ആയതുകൊണ്ടും ഈ 538ഉം 23 ആയിട്ടുള്ള ഗ്യാപ്പ് ചെറുതായതുകൊണ്ടും നമ്മുടെ ആൻസർ എന്താ? 2.32 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 ക്യൂബ്സ് ഓഫ് വോളിയം 512. അപ്പോൾ 3 ജോയിൻറ്റ് ടുഗദർ ആണെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ 3 ക്യൂബ്സ് ഉണ്ട്. ഈ 3 ക്യൂബ്സ് എന്താ സെയിം സൈസ് ആണ്. ഇത് നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എത്രയുണ്ടാവും? നമ്മുടെ ക്യൂബിൻ്റെ ഒരു സൈഡ് എ ആണെങ്കിൽ 3 സൈഡ് ചേർന്ന് ഇത് എന്താവും? 3A ആവും. അതിൻ്റെ ബ്രെഡ് നമുക്ക് ക്യൂബായിട്ട് തന്നെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ലെങ്ത് കിട്ടി. ബ്രെഡ്ത്ത് എത്രയാ? എ. ഹൈറ്റ് എത്രയാ? എ. ഹൈറ്റും ബ്രെഡ്ത്തും ചേഞ്ച് ഇല്ല. ലെങ്ത് മാത്രം എന്താ? 3A ആണ്. അപ്പോൾ നമ്മുടെ ക്യൂബിൻ്റെ വോളിയം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 512 തന്നിട്ടുണ്ട്. ഇഫ് 3 ക്യൂബ്സ് ഓഫ് വോളിയം. അപ്പോൾ ഒരു ക്യൂബിൻ്റെ വോളിയം എന്താ? 512. എ ക്യൂബ് ആണ് എന്ത്? 512. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ നിന്ന് എന്ത് കിട്ടി? 8 കിട്ടി. അപ്പോൾ ഇവിടെ 3A എന്ന് പറയുമ്പോൾ 3 × 8ഉം ഇവിടെ 8, ഇവിടെ എന്താ? 8. ഇപ്പം ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സർഫസ് ഏരിയ ഇക്വേഷൻ എന്താ? TSF ക്യൂബോയിഡ് എന്താ? 2 × LB + BH + HL ആണ് എന്ത്? നമ്മുടെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. L എത്രയാണ് നമുക്കറിയാം? 3A ആണ് അറിയാം. B എത്രയാണ്? A ആണ്. ഇനി ഇവിടുത്തെ B എത്രയാ? A ആണ്. H എത്രയാ? A ആണ്. HA ആണ്. L 3A ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ എന്തായി? 3A² ആയി. 3A²ഉം A² എന്താ? 4A². 4A² 3A² 7A². അപ്പോൾ 2 × 7A² ആണ്. എയുടെ വാല്യൂ നമുക്ക് എത്രയാണെന്നറിയാം? 8 ആണെന്നറിയാം. അപ്പോൾ നമുക്കിതിനെ 14 × 64 എന്ന് എഴുതാം. 2 × 7 14ഉം A² എന്ന് പറയുമ്പോൾ A 8 ആയതുകൊണ്ട് A² എത്ര? 64. അപ്പോൾ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കണം. 4 × 4 എന്താ? 6 ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ഓപ്ഷനിലേക്ക് എത്തും. ഈ ഒരു ഓപ്ഷനും ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തും. ഈ ഓപ്ഷനും അല്ല എന്ന് മനസ്സിലാവും ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് നോക്കുമ്പോൾ. ബാക്കി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് തന്നെ നോക്കണം. 64 × 14 ആണ് ചെയ്യേണ്ടത്. 4 × 4 നമ്മൾ ഈ ഒരു രീതിയിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 4 × 4 എത്രയാണ്? 14. ബാക്കി 1 ക്യാരി നീക്കിയിടുന്നു. 6 × 4 24. 4 × 1 4. 24ഉം 4 എന്താ? 28 + 1 എത്രയാ? 29.
ഇപ്പം 9 ഉണ്ട്, ബാക്കി 2 ക്യാരി നീക്കിയിട്ടു. 6 × 1 6, 6 + 2 8, 90. ഇവിടെ 4 × 4 16 ആട്ടാ, തെറ്റ് ചെയ്യുക. 4 × 4 16. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 896. നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ആദ്യത്തെ ടേം ഇങ്ങനെ, രണ്ടാമത്തെ ടേം ഇങ്ങനെ, മൂന്നാമത്തെ ടേം ഇങ്ങനെ, അഡീഷണൽ ആയിട്ട് ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടേമിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. കാൽക്കുലേഷൻ മിനിമം സ്റ്റെപ്പിൽ ചെയ്യണം, എന്നാലേ നമുക്ക് കൂടുതൽ പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. The length of the longest stick that can be fitted in a cubical vessel of edge 70. അപ്പോൾ നമുക്ക് എന്താ അറിയാം? ഡയഗണൽ ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഡയഗണലാണല്ലോ ലോങ്ങസ്റ്റ് സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ. ലോങ്ങസ്റ്റ് സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ക്യൂബിൻ്റെ എന്തായിട്ട് വരും? ഈ ഒരു ഡയഗണലായിട്ട് വരും. അപ്പം നമ്മൾ നേരത്തെ ക്യൂബോയിഡിൻ്റെ എന്ത് പഠിച്ചിട്ടുണ്ട്? L² + B² + H² ആണ് പഠിച്ചിട്ടുണ്ട് റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ എന്താ? എല്ലും ബിയും എച്ചും എന്താ? നമുക്ക് എയോ എന്തെങ്കിലും ഒരു ടേം കൊടുക്കാം, അല്ലെങ്കിൽ എല്ല് കൊടുക്കണമെങ്കിൽ എല്ല് കൊടുക്കാം. ഇവിടെ എന്താ? ക്യൂബ് ആയതുകൊണ്ട് എന്താ? L = B = H ആണ്. അപ്പോൾ നമുക്കിവിടെ എല്ല് കൊടുക്കുകയാണെങ്കിൽ എന്താവും? L² + L² + L² എന്ന് വരും. ഇതെന്താ? 3L². സൈഡ് എൽ റൂട്ട് വന്നു, റൂട്ട് വരുമ്പോൾ എന്താ? √3L കിട്ടും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഏത് എഡ്ജ്, ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ എ ഉപയോഗിക്കാം, ബിയോ എല്ലോ ഏത് നൊട്ടേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ എഡ്ജ് 70 ആണെങ്കിൽ നമ്മുടെ ഡയഗണൽ എന്താ? √3 × 70. ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്താ? ബെറ്റർ ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസ് റേഡിയസ് ഓഫ് എ സർക്കുലർ സിലിണ്ടർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ബേസ് റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ബേസ് റേഡിയസ് 10.5 ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് 10.5 ആണ് തന്നിട്ടുണ്ട്. കേർവ്ഡ് സർഫസ് ഏരിയ 2πRH എത്രയാണ് തന്നിട്ടുണ്ട്? 792 ആണ് തന്നിട്ടുണ്ട്. കേർവ്ഡ് സർഫസ് ഏരിയ 792 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വോളിയം πr²H ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? πRH എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 കൊണ്ട് നമുക്ക് ഇവിടെ എന്താ? ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ? 3 വന്നു, ബാക്കി 18 എന്ന് പറയുമ്പോൾ 9 വന്നു, ബാക്കി 1 എന്ന് പറയുമ്പോൾ 6 വന്നു. അപ്പോൾ πRH നമുക്ക് എത്ര കിട്ടി? 396 എന്ന് നമുക്ക് കിട്ടി. πRHന്റെ വാല്യൂ 396 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് πr²H ആണ്. അപ്പൊ ഇതില് πRHന്റെ വാല്യൂ എന്താ? 396 ആണ്. അപ്പൊ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് എന്തുണ്ട്? 6 ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ ഒരു 6ന്റെ വാല്യൂ നമുക്ക് എത്രയാ? 10.5 ആണ്. ഈ 10.5 കൊണ്ട് എന്താ? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. 396നെ നമുക്ക് ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്രയായി? 3960 ഇനിയിപ്പോൾ 0.5 അല്ലേ? അപ്പൊ ഇതിനെന്താ? 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഹാഫ് ചെയ്യാം. അപ്പൊ ഈ ഒരു ടേം പ്ലസ് ഈ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണത് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഹാഫ് ചെയ്യാം. ഇവിടെ എത്ര വരും? 1 വരും, ബാക്കി 1 18. അപ്പൊ 198 വരും. അപ്പൊ നമ്മളിത് ആഡ് ചെയ്യണം. 8 വന്നു, 5 വന്നു. അപ്പൊ 58 ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് അപ്പൊ തന്നെ ടിക്ക് ചെയ്യാം. ബാക്കി ഓപ്ഷൻ ഒന്നും എന്താ? 58 അല്ല. വേണമെങ്കിൽ നമുക്ക് എന്താ? കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഓപ്ഷൻ എപ്പോഴും നോക്കണം. കംപ്ലീറ്റ് ചെയ്യാനേക്കാൾ മുന്നേ നമ്മുടെ ഓപ്ഷൻസിലേക്ക് എപ്പോഴും നമുക്ക് ഒരു നോട്ടം വേണം. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് സൈഡ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. സൈഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 3 4 5. വരയ്ക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല, 4 ഓക്കെ. 3 4 5 ആണ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് റൊട്ടേറ്റഡ് അബൌട്ട് 3 സെന്റിമീറ്റർ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് എന്ത്? റൊട്ടേറ്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം എന്തായി മാറും? ഒരു കോണായിട്ട് മാറും. ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ അതെന്താ? ഇതൊരു കോണായിട്ട് മാറുന്നു. ആ കോണിന്റെ എന്താ ചോദിച്ചേക്കണേ?
വോളിയമാണ് ചോദിച്ചേക്കണേ. കോണിന്റെ വോളിയാണ് ചോദിച്ചേക്കണേ. കോണിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എത്രയാ? ഇതല്ലേ നമ്മുടെ റേഡിയസ്. ഈ റേഡിയസ് നമുക്ക് എത്രയാ? നമുക്ക് ട്രയാങ്കിളിന്റെ ഇതും എന്താ? സെയിം ആണ്. അപ്പൊ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എച്ച്. എച്ച് നമുക്ക് എത്രയാ? നമ്മുടെ ഈ ഹൈപ്പോട്ടനസ് ഉള്ള ഈ ട്രയാങ്കിളിന്റെ ഈ ബേസ് എത്രയാ, അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണ്? ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണ്? 3 ആണ്. 3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ ആൻസർ എത്രയാ? 16 പൈ ആണ് ഇത് നമ്മുടെ വോളിയം വരുന്നത്. നമ്മുടെ ഓപ്ഷൻ ഏതാ? ബി ആണ് അത് വരണത്. ബി ഓപ്ഷൻ ആണ് വരണത്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 16x square plus 40x plus 25 സ്ക്വയർ യൂണിറ്റ്. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ എക്സ് ഒരു വേരിയബിൾ ആണ്. എക്സിന് എന്ത് വാല്യൂ വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു എത്ര കൊടുക്കാം? 0 കൊടുക്കാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാവും? 25 ആവും. എയുടെ വാല്യൂ എന്താവും? 5 ആവും. അപ്പൊ നമ്മുടെ പെരിമീറ്റർ ആണ് ചോദ്യം. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ? 4a ആണ്. 4a എന്ന് പറയുമ്പോൾ 20 ആണ്. അപ്പൊ ഈ ഓപ്ഷനുകളിലും നമ്മൾ എന്തിട്ട് കൊടുക്കാൻ നോക്കാം? ഈ എക്സിന്റെ വാല്യൂ 0 ഇടാൻ നോക്കാം. ഇവിടെ എക്സിന്റെ വാല്യൂ 0 ഇടുമ്പോൾ എന്തായി? 3 ഇൻറ്റു 8 ഇവിടെ എന്താ? 24 ആയി. ഇവിടെ എന്താവും? 3 ഇൻറ്റു 30 ആവും. ഇവിടെ എക്സ് 0 ആവുമ്പോൾ 2 ഇൻറ്റു 8 16 ആവും. ഇവിടെ എക്സിന്റെ വാല്യൂ 0 ഇടുമ്പോൾ എന്താ? 20 ആവും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഇതാണ്. അപ്പൊ 1, 2, 3 ഓപ്ഷനിൽ ഒരു സെയിം വാല്യൂ തന്നെ ഓപ്ഷനിൽ ഇടുമ്പോഴും വരുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് കൺവെൻഷണൽ ആയിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ഒക്കെ കണ്ടു ചെയ്യാം. ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് എക്സാം ഓറിയന്റഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് ബെറ്റർ.